ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്തായാലും ഒരുപാട് നാൾക്ക് ശേഷം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5-6 മാസത്തിന് ശേഷമാണ് നമ്മളെന്തായാലും വീഡിയോ ആയിട്ട് പിന്നെ വരുന്നത്. ഇടയ്ക്ക് പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മളെന്തായാലും വീഡിയോ ആ ടൈമിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഇടാനുള്ള സാഹചര്യം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മളെന്തായാലും പിന്നെയും വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരികയാണ്. ഇപ്പം നമ്മളൊരു വലിയൊരു ട്രക്കിങ്ങിനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവാം. ബാക്കി നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പം ഗൈസ്, നമ്മളാണ്ട് ഇപ്പം അതിൻ്റെ അടിവാരത്ത് നമ്മൾ എത്തിയേക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തായാലും നമ്മൾ വരുന്ന വഴിക്ക് നമ്മളിത് പറയുന്നതാണ്. ലാസ്റ്റ് വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണും. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എത്ര നമ്മുടെ വരെ വരുന്നതിനെല്ലാം നമ്മൾ ഫുള്ളായിട്ട് പറയുന്നതാണ്. സ്കിപ്പ് ചെയ്ത് ഫുള്ള് ഇരുന്ന് കാണുക. അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഗൈസ്, നമ്മളാണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുംബൈ പനവേലിൽ നിന്നും ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കൽബന്തി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. പിന്നെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ വോയിസ് ചെയ്തത് മൊത്തം റെക്കോർഡ് ചെയ്തത് ഫുള്ളും സൗണ്ടിന് ഇച്ചിരി നോയ്സും കാര്യങ്ങളും കൂടുതലായതുകൊണ്ട് പിന്നെ അത് നമ്മൾ മൊത്തം കട്ട് ചെയ്തിട്ട് നമ്മളല്ലാതെ ഡബ് ചെയ്ത് കയറ്റിയേക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് തുടക്കം തന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ കയറി തുടങ്ങിയതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങ് പോകാറുണ്ട്. പിന്നെ ഏകദേശം ഞങ്ങൾ പ്രോപ്പറായിട്ട് നിൽക്കുന്നത് വടാല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. വടാലയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് പിന്നെ അവിടുന്ന് പനവേലിൽ നിന്ന് പിന്നെ 1 മണിക്കൂർ ഓട്ടോറിക്ഷയ്ക്ക് യാത്ര ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഗൈസ്, ഏറ്റവും കൂടുതൽ റിസ്ക് കൂടിയ സ്ഥലം കേട്ടോ ഇത്. ഏറ്റവും കൂടുതൽ റിസ്ക് കൂടി നമ്മൾ ഫസ്റ്റ് മലയിലോട്ട് കയറാൻ പോകും കേട്ടോ. ഫസ്റ്റ് മലയിലോട്ട് പിന്നെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെസ്റ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കടകളും കാണാം, പല പല റൂട്ടുകൾ കാണാം നമുക്ക്. പക്ഷേ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. പോകുന്ന വഴിക്ക് ആരോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പോയി സൂക്ഷിച്ചും എല്ലാം പോവുകയാണ് കേട്ടോ ഫുള്ളും. അപ്പം ഗൈസ്, നമ്മളെന്തായാലും പോകുന്ന വഴിക്ക് എന്തെങ്കിലും കുറച്ച് മലകളിലൊക്കെ കണ്ട് അപ്പം നമ്മളെന്തായാലും അങ്ങോട്ട് അവരുടെ സൗണ്ട് കേട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയത് ആ ജംഗ്ഷൻ തന്നെ. അപ്പോൾ അവരായിട്ട് വന്ന് അപ്പോൾ ഞങ്ങൾ റൂട്ടും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് വഴി തെറ്റാൻ പാടില്ലല്ലോ. തെറ്റിയാൽ പിന്നെ വേറെ സ്ഥലത്തൊക്കെ പോകും. അത് കാടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളതിനനുസരിച്ച് പോവാം. പോകുന്ന വഴിക്ക് ഒരു ടൂറിസവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം പറിച്ചിട്ട് മനസ്സിലായല്ലോടാ, 2 മല കൂടെ കണ്ട് അവര് ഇപ്പൊ ഇതുവഴി പോവാണെങ്കിൽ നമുക്ക് കയറി പോയിട്ട് എളുപ്പമായിരിക്കും. പക്ഷെ വേറെ റൂട്ടുണ്ട്, 2 റൂട്ടുണ്ടല്ലോ, അതുവഴി പോകുമ്പോ സത്യം പറഞ്ഞ ഗൈസ്, നമ്മളെന്തായാലും കയറുന്ന വഴിക്ക് ആ മലയാളികളെ കണ്ടപ്പോൾ അവർ പറയുന്നത് റിസ്ക് കൂടിയ സംഭവം കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടൊക്കെ പോവുക. എന്തായാലും ഞങ്ങൾ 2 മലയും കയറാൻ തീരുമാനിച്ചു. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണുക. പിന്നെ ലാസ്റ്റ് ഫുൾ ഡീറ്റെയിൽസും. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're
possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. കൂടെ എപ്പോഴും നമ്മൾ കടകളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെന്തായാലും ട്രക്കിങ്ങിന് വരുവാണെങ്കിൽ നമ്മുടെ മിനിമം നമ്മുടെ ബാഗിനകത്ത് ഒരു വെള്ളം, പിന്നെ അത്യാവശ്യം ഫോണുകളിലെല്ലാം നല്ല ചാർജിങ്, ക്യാമറയ്ക്ക് നല്ല ചാർജിങ് കാര്യങ്ങളെല്ലാം വേണം. വീഡിയോസ് എടുക്കാനും എന്ത് എടുക്കാനും ഫോണ് നല്ല ചാർജിങ് കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഇവിടെ എന്തായാലും കയറി വരുമ്പോൾ പെണ്ണുങ്ങളെന്നോ ആണുങ്ങളെന്നോ ഒന്നുമില്ല, ഫുള്ള് നല്ല രീതിയിൽ ആളും പേരും എല്ലാവരും ഉണ്ട്. എത്ര വയസ്സായവരാണെങ്കിലും ഇവർ അവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ കയറി വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രം അവർ ഫുള്ള് എന്തായാലും വരുന്നുണ്ട് ഗൈസ്. എന്തായാലും ഫാമിലി ആയിട്ട് വരുന്നുണ്ട്, അല്ലാതെ റൈഡേഴ്സായിട്ടും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു തൊട്ട് ഇവരെല്ലാവരുമായിട്ട് ഓരോരോ ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട്. നല്ല ആളും പേരൊക്കെയാണ്. ഫുള്ള് ഫോറസ്റ്റ്, 4 വശം ഫോറസ്റ്റും കാര്യങ്ങളും കൊക്കയും അത് ഇതൊക്കെയാണ്. അപ്പം നമ്മളെന്തായാലും ബേസ് ക്യാമ്പിലോട്ട് എന്തായാലും പോവാം ഗൈസ്. പിന്നെ വെള്ളമാണ് മെയിനായിട്ട്. വെള്ളം ഇവിടെ മെയിൻ വിഷയം എന്ന് വെച്ചാൽ മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് അടിവാരം വരെ എന്ന് വെച്ചാൽ മൗണ്ടൈൻ്റെ ആയിട്ട് താഴെ മാത്രമേ ഉള്ളൂ നമുക്ക് ബാത്റൂം ആണെങ്കിൽ ബാത്റൂം ആ ഭാഗത്ത് ഉണ്ടോ നമുക്കറിയത്തില്ല, കൃത്യമായിട്ട് നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും കയറി പോകുന്ന അടിവാരത്താണ് നമ്മൾ പാർക്കിങ് കാര്യങ്ങൾ. ആ സെക്ഷനിൽ ഫുഡും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് കഴിച്ചിട്ട് കയറിയാൽ പിന്നീട് ബേസ് ക്യാമ്പ് വന്നതിന് ശേഷമുള്ളൂ നമുക്ക് എന്തായാലും കഴിക്കാനും പിന്നെ അത്യാവശ്യം ഇരിക്കും. അപ്പം കാര്യം നമ്മൾ കണ്ട് ഇപ്പം ഏകദേശം ബേസ് ക്യാമ്പൊക്കെ എത്തറായി. ഒരുപാട് മലകളിലൊക്കെ നമ്മൾ കയറി എന്തായാലും ബേസ് ക്യാമ്പ് നമ്മൾ എത്തറായി. പിന്നെ സൂക്ഷിച്ചെല്ലാം പോവുക. എന്തായാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പറയുന്നത് കേട്ടോ. ഗൈസ് എൻ്റെ ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളാണ് ഈ ഒരു മല കയറാൻ നമ്മൾ പോകുന്നുണ്ട്. ഇത് ടോട്ടൽ 2 മലയാണ്. പിന്നെ ഇവിടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ അതേക്കൂട്ട് പിന്നെ ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു കട എന്ന് വെച്ചാൽ ഇവിടെ താഴെ പോയതിന് ശേഷം പിന്നെ താഴെ നിന്ന് കയറിയാൽ പിന്നെ ഇപ്പോഴൊന്നും കടയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവിടെ ചെറിയൊരു കടയും കാര്യങ്ങളും അത്യാവശ്യം ചെറിയൊരു സാധനങ്ങളൊക്കെ കിട്ടും. അതങ്ങനത്തെ സംഭവം. ഊണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊണ് വേണ്ടേ അതിലൊക്കെയാണ്. ഇത് പ്ലേറ്റ് റൈസ്, റൊട്ടി, പിന്നെ നൂഡിൽസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. പിന്നെ വേണ്ടേ ഇവിടെ റെസ്റ്റും കാര്യങ്ങളും. ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുക. നല്ല രീതിയിൽ റെസ്റ്റ് എടുത്തിട്ട് ഇനി കയറാൻ പറ്റുള്ളൂ. ഇനിയാണ് മെയിനായിട്ട് കയറേണ്ടത്. അപ്പോൾ വേണ്ടേ വന്ന വഴിയൊക്കെ ഉണ്ട്. ഇത് വേണ്ട ഇതിൻ്റെയൊക്കെ വീഡിയോ എന്തായാലും ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വേണ്ട ഫുള്ളും ഇതുവഴിയൊക്കെ നമ്മൾ വന്നതുകൊണ്ട് അടിപൊളിയാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റത്തെ വീഡിയോ ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ഞങ്ങൾ വന്നത്, എത്ര രൂപയായി. ഗായ്സ് നമ്മൾ കണ്ട ആ മലയിലായിട്ടോ കയറാൻ പോകുന്നത്. ആ മലയിലൊക്കെ കയറി അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ മലയും കയറണം. അപ്പോൾ ടോട്ടൽ 2 മലയാട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന നേരത്തെ കണ്ടത് ബേസ് ക്യാമ്പ് തന്നെയാണ്. ആ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കഴിച്ചിട്ട് തൊട്ട് മേലോട്ട് കയറി വരുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇവിടെയാണ് നമ്മൾ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കുന്നതും അത്യാവശ്യം ബാത്റൂം കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ പകുതി ആയതുകൊണ്ട് ഇനിയും കിടക്കുന്നത്. കുറച്ചും കൂടെ പോയാൽ കുറച്ചും കൂടെ അല്ല ഇനിയും ആ മല ഇനിയും കുറച്ചും കൂടെ പോകണം. പിന്നെ ഇപ്പം ഞാൻ എക്സ്ട്രാ ഡബ് ചെയ്തായിട്ടൊക്കെ ഇരുന്നത്. എക്സ്ട്രാ ഞാൻ വോയിസ് ഡബ് ചെയ്തിരുന്നത്. മറ്റേ ഇതിനകത്ത് ഷൂട്ട് ചെയ്ത വോയിസ് ഫുള്ളും നോയിസൊക്കെ കാരണം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം കാരണം നമുക്കൊന്നും കേൾക്കാനോ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ കളഞ്ഞ് പിന്നെ എക്സ്ട്രാ ഡബ് ചെയ്തൊക്കെ ഇരുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ എടുത്ത് കാണണം കേട്ടോ. അങ്ങനെ ഏകദേശം 2-2.5 മണിക്കൂറിന് ശേഷം നമ്മൾ ഇപ്പം ഏകദേശം നമ്മൾ എത്താറായി കേട്ടോ. ആ ഒരു കാണുന്ന ആ മലയില്ല കേട്ടോ. നമ്മൾ എന്തായാലും ഏകദേശം എത്താറായി. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് പോയാൽ മതി. പിന്നെ മെയിനായിട്ട് നല്ല ഷൂവും കാര്യങ്ങളും ഇടുക, നല്ല ഗ്രിപ്പുള്ള ഷൂവും കാര്യങ്ങളും ഇടുക. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ സ്ലിപ്പ് ആവാനും എല്ലാത്തിനും നല്ല റിസ്ക് ആയിട്ടുള്ള സംഭവമാണ്. വീഴാനും സ്ലിപ്പ് ആവാനും
അത്യാവശ്യം നല്ല റിസ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഗ്രിപ്പുള്ള ഷൂവും കാര്യങ്ങളൊക്കെ ഇടുക. പിന്നെ അത്യാവശ്യം വെള്ളമൊക്കെ നമ്മൾ തന്നെ കൊണ്ടുവരിക. വെള്ളത്തിന് ഏകദേശം നമ്മൾ ഇവിടുന്ന് വാങ്ങുമ്പോൾ തന്നെ താഴെ നമ്മൾ ഒറിജിനൽ റേറ്റിനേക്കാളും ഒരു രണ്ടിരട്ടിയായിട്ട് റേറ്റ് കൂടുതലാട്ടോ. അവിടെ 15 രൂപയ്ക്കാണെങ്കിൽ ഇവിടെ 30 രൂപയ്ക്കായിരിക്കും വെള്ളത്തിനും ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ. എല്ലാം നല്ല റേറ്റ് കാര്യങ്ങളും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ സ്നാക്സ്, മെയിനായിട്ട് സ്നാക്സും കാര്യങ്ങളും നമ്മൾ എടുത്ത് വയ്ക്കും. നമ്മൾ പിന്നെ കയറി വരുന്നതിന് മുമ്പേ നമ്മൾ ഫുഡും കഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ കയറി വന്നേക്കുന്നത്. ഇങ്ങനെ സ്റ്റോപ്പ് ആവും, മേലെ പോരണം. ഓക്കെ, പാടാണിത്, റിസ്ക്കും കാര്യങ്ങളൊക്കെ. ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരിക്കാനോ. ഈ ഒരു മല അവിടെ എല്ലാം ആണ്. പക്ഷെ ഇതെവിടെ പോന്നെ? ഗൈസാണ്ട് ഇവിടെ ഫസ്റ്റ് നമ്മളിവിടെ ഇത് കഴിഞ്ഞാണ്ട് നമ്മൾ ഇതിന്റെ ഒറിജിനൽ വ്യൂ പോയിന്റ് കിട്ടണമെങ്കിൽ ഈ മല ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഈ മല അവിടെ ഇപ്പോൾ ആളുണ്ട്. അത് എങ്ങനെ കയറണം?
മുംബൈയിൽ നിന്ന് നമ്മളൊരു ഒരുപാട് ഉള്ളിലോട്ട് നമ്മൾ വന്നേക്കാണ്. ചെറിയൊരു ഒരു ഛത്രപതി ശിവാജിയുടെ എന്തോ ഒരു സംഭവമാണ് കൃത്യമായിട്ട് എനിക്ക് കരുതലാണ്. അതിനെ പ്രതിമയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നിറച്ച് ആളും കാര്യങ്ങളും പിന്നെ ഉൾപ്പെടെ ഇവിടെ കയറുന്നുണ്ട്. അല്ല എങ്ങനെയുണ്ടാ അടുത്ത് ഈ ഒരു പറ്റിയിട്ട് അവിടത്തേക്ക് കൂടെ കയറണം. അങ്ങനെ ഗൈസ് നമ്മളുണ്ട് മല ടോപ്പിലത്തെ വ്യൂ വെക്കുമ്പോൾ എല്ലാം കണ്ട് നമ്മളുണ്ട് ഇപ്പം പതുക്കെ നമ്മൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയാണ്. തിരിച്ച് നമ്മൾ രണ്ടാമത്തെ മലയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. പിന്നെ ഈ വീഡിയോ എല്ലാം സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ 1K അങ്ങനെ ആക്കിയെടുക്കണം. പിന്നെ ഇനി മുതൽ അങ്ങോട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടുത്തെ മുംബൈ തേരാപ്പാര എന്ന് പറയുന്ന എപ്പിസോഡിൻ്റെ ഫസ്റ്റിലത്തെ എപ്പിസോഡാണ് ഗൈസ് ഇത്. അപ്പോൾ ഇനി നമ്മൾ ഉടനെ എന്തായാലും അടുത്തടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നതാണ്. മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്താൻ കേട്ടോ. അപ്പോൾ ബൈസ് നമ്മുടെ പുതുത്ത വീഡിയോ ആയിട്ട് ഇതൊക്കെ ആട്ടോ, ഇവിടുത്തെ രാജാവും കാര്യങ്ങളും പ്രതിമയും കാര്യങ്ങളൊക്കെ ആട്ടോ. അങ്ങനെ നമ്മളെന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വരുന്നതാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ. अक्षय क्या भाई कुछ बोलो भाई बोलो വഴി തെറ്റിപ്പോയല്ലോ നമുക്ക്. കൊണ്ടാട്ടം കൊണ്ടാട്ടം കുണ്ടത്തില് കുമരനൊക്കെ കൊണ്ടാട്ടം. അതെ.